സൂസന്ന. സമ്പന്നനും നീതിനിഷ്ഠനുമായ യോവാക്കീം എന്നൊരു യുവാവ് ബാബിലോണിലുണ്ടായിരുന്നു. ഹിൽക്കിയായുടെ മകളും ദൈവഭക്തയും അതീവ സുന്ദരിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. ആദരണീയനായ യോവാക്കീമിന്റെയും സൂസന്നയുടെയും ജീവിതത്തിലേക്ക് ഇന്നലകളിൽ ബാബിലോണിലെ എന്റെ ചങ്ങാതിമാർ യോവാക്കീമിന്റെ സമ്പന്നതയെ പ്രതി, വ്യാപാരത്തിൽ ഞാൻ കാണിക്കുന്ന ബുദ്ധിശക്തിയെ പ്രതി, എന്റെ ജീവിത വിജയങ്ങളെ പ്രതി എന്നോട് അസൂയുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് എന്റെ ജീവിതസഖിയായി എനിക്ക് കിട്ടിയ നിന്നെ പ്രതി എല്ലാവരും അസൂയയോടെയാണ് നോക്കുന്നത്. യൂദായിലെ അതിസുന്ദരിയും വിവേകമതിയുമായ പെണ്ണിനെ ജീവിതസഖിയായി തന്ന് ദൈവം യോവാക്കീമിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കൊട്ടാരത്തിൽ അങ്ങയുടെ ഭാര്യയായി വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങ് പൊതുസമൂഹത്തിൽ ആദരണീയനാണ്. എന്റെ ജീവിതത്തിന്റെ മാന്യതയുടെ അലങ്കാരമാണ് സൂസന്ന നീ. സൗന്ദര്യമുള്ള പെണ്ണിന് പനിനീർ പുഷ്പങ്ങളിലെ മുള്ളു പോലെ ഒരുപാട് അപകടങ്ങളും ഉണ്ടാവും. അഹങ്കാരം, അസൂയ, അങ്ങനെ പലതും. എന്നാൽ സൂസന്ന, നിന്റെ വിനയം, ദൈവഭയം, പെരുമാറ്റത്തിലെ മാന്യത തോഴിമാർക്കിടയിലും വേലക്കാർക്കിടയിൽ പോലും കേൾവിപ്പെട്ടതാണ്. നീതിനിഷ്ഠരായ നിന്റെ മാതാപിതാക്കൾ മോശയുടെ നിയമം അനുസരിച്ച് നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിനക്ക് ഒരിക്കൽ ലഭിച്ച ജീവിത വിജയം. യജമാനൻ, ജനങ്ങൾക്കിടയിൽ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ട 2 ശ്രേഷ്ഠന്മാർ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. തികഞ്ഞ ആതിഥ്യ മര്യാദയോടെ അവർ സ്വീകരിച്ചു കൂട്ടുകൊണ്ടുവരിക. യഹൂദർ ഇവിടെ എന്നെ കാണാൻ വരിക പതിവാണ്. പക്ഷെ ഇപ്പോ ബാബിലോണിൽ ജനത്തെ ഭരിക്കേണ്ട ശ്രേഷ്ഠരായ ന്യായാധിപന്മാരാണ് നമ്മെ കാണാൻ വരുന്നത്. ഒക്കെ അങ്ങയോടുള്ള ദൈവകൃപ. ന്യായാധിപ ശ്രേഷ്ഠന്മാർക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ ജനത്തിന്റെ ഇടയിൽ നീതി നടപ്പാക്കാൻ വേണ്ടി രാജാവിനാലും പുരോഹിതന്മാരാലും നിയമിക്കപ്പെട്ട ന്യായാധിപന്മാർ. ഇരിക്കണം മഹാത്മാർ. സൂസന്ന, കുടിക്കാൻ വീഞ്ഞു പകരില്ല. യോവാക്കീം, നിങ്ങൾ ബാബിലോണിൽ പ്രശസ്തനും ആദരണീയനുമാണ്. നിങ്ങളുടെ ദാനശീലം, ദൈവഭയം, നീതിബോധം ഒക്കെ പ്രശംസനീയവും പ്രശസ്തവുമാണ്. ഒക്കെ കർത്താവിന്റെ കൃപ. ഇവിടെ വേണ്ടതിൽ കവിഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, എനിക്ക് ഈ മന്ദിരവും ഉപശാലകളും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉദ്യാനവുമുണ്ട്. ഉദ്യാനത്തിൽ ശുദ്ധജലത്തിന് മുട്ടുവരാത്ത ഒരു പൊയ്ക. ഞാനും എന്റെ ഭാര്യയും ഉദ്യാനത്തിലാണ് സമയം പോക്കുന്നത്. ഞങ്ങൾ വ്യവഹാരത്തിനൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. യോവാക്കീമിന് വിരോധമില്ലെങ്കിൽ ഇവിടെ അതിന് സൗകര്യപ്പെടുത്തി തരണം. മധ്യാഹ്നത്തോടെ ഞങ്ങൾ പരാതിക്കാരുടെ പരാതിക്ക് പരിഹാരം നിർദ്ദേശിച്ച് മടങ്ങിക്കൊള്ളാം. ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ, അല്ലേ സൂസന്ന? ബാബിലോണിലെ ന്യായാധിപന്മാർ ഇവിടെ പരാതി കേൾക്കുകയും വിധികൽപ്പിക്കുകയും ചെയ്യുക. ഇന്ന് തന്നെ വിളംബരത്തിന് വേണ്ട ഉത്തരവ് പുറപ്പെടുവിക്കാം. യോവാക്കീമിന്റെ ഭവനം നീതിപീഠത്തിന്റെ അധികാര കേന്ദ്രമായി മാറുന്നു. പലപ്പോഴും ഞാൻ വ്യാപാര കാര്യങ്ങൾക്കായി യാത്രയിലും കൃഷിയിടങ്ങളിലുമായിരിക്കും.
എന്നാൽ നിങ്ങൾ ന്യായാധിപ ശ്രേഷ്ഠന്മാർക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ സൽക്കാരവും പെരുമാറ്റവും നമുക്ക് ഏറെ പ്രിയങ്കരമായി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വല്ലാത്ത ക്ഷീണം. കുടിക്കാൻ എന്താണ് ഉണ്ടാവുക? യോവാക്കിമിന്റെ ഭാര്യ സൂസന്ന അകത്തില്ലേ? ഉണ്ട് പ്രഭു. എന്നിട്ട് എന്തേ അവൾ ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവന്നില്ല? ബഹുമാന്യരെ നിങ്ങളെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ പോലുള്ളവർ. മതി നിന്റെ പരിചരണം. പൊയ്ക്കൊള്ളുക. ചങ്ങാതി, സത്യം പറഞ്ഞ വ്യവഹാരത്തിനുള്ള ഒരു സ്ഥലമായി ഇവിടം തിരഞ്ഞെടുത്തത് സൂസന്നെ കാണാനുള്ള പൂതി കൊണ്ടാണ്. ഇസ്രയേലിൽ ഒരു പെണ്ണിനും കാണാത്ത സൗന്ദര്യം, യൂദായിൽ ആർക്കും കാണാത്ത അഴകിനുടമയാണ്. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എത്രയോ യൂദാമക്കളെ നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇവൾ സൂസന്ന യോവാക്കിം എന്ന സമ്പന്നനായ വ്യാപാരിയുടെ ഭാര്യ. ബാബിലോണിൽ ഇസ്രയേൽ മക്കൾ അടിമകളാണ്. അവരുടെ സ്ത്രീകൾ നമുക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. നമ്മൾ ബാബിലോണിന്റെ ന്യായാധിപന്മാരാ, പൊതുസമൂഹം ആദരിക്കുന്നവർ. പിന്നെ എങ്ങനെ ഈ ആഗ്രഹ സാഫല്യം? ഉച്ചയ്ക്ക് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന യോവാക്കിമിന്റെ വിശാലമായ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകാറുണ്ട്. ആരും അറിയാതെ ഈ ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന അവളുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അവസരം ഒത്തുകിട്ടിയാൽ അവളെയും എന്തു പറയുന്നു? അത് വേണം. എങ്കിലേ മനസ്സിൽ കുടിയിരിക്കുന്ന ഈ പൊറുതികേടിനൊരു പരിഹാരമാവും. സൂസന്നയും തോഴിമാരും വരുന്നു. ഈ തോഴിമാരോടൊപ്പമല്ലാതെ അവളെ ഒന്ന് ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടാൻ എന്താ മാർഗം? ഒളിച്ചു നിൽക്കാം, അവർ കാണണ്ട. ഓ, എന്താ ചൂട്! ഉഷ്ണക്കാറ്റ് വീശുന്നു. പൊയ്കയിലിറങ്ങി ഒന്ന് കുളിച്ചാലോ? ഇത്ര നേരത്തെയോ? ചൂടിൽ നിന്നും രക്ഷപ്പെടാം. നമ്മുടെ ഈ ഉദ്യാനത്തിലെ ശുദ്ധജല തടാകം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ തരുന്ന സ്നാനഘട്ടമാണ്. നിങ്ങൾ പോയി നമുക്ക് കുളിക്കാൻ വേണ്ട എണ്ണയും ലേപനങ്ങളും മറ്റും എടുത്തുകൊണ്ട് വരിക. ശരി സൂസന്ന. ആദ്യം ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പിൻവാതിൽ വഴി പോയാൽ മതി. ഉദ്യാനം പരിപാലിക്കുന്നതിൽ ജോലിക്കാർ വേണ്ടത്ര ശ്രദ്ധ കാട്ടുന്നില്ല. പറ്റാത്ത ജലാശയങ്ങളും ഈ പച്ചപ്പുമൊക്കെ കാത്തുപാലിക്കേണ്ടതാ. ജോലിക്കാരോട് പ്രത്യേകം പറയണം, ചെടികളെ മക്കളെ പോലെ പരിപാലിക്കണമെന്ന്. ശരി സൂസന്ന. ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടച്ചില്ലേ? ഉവ്വ്. നിങ്ങൾ പോയി കുളിക്കാൻ വേണ്ടതൊക്കെ എടുത്തുകൊണ്ട് വരൂ. അയ്യോ, നിങ്ങളെന്താ ഇവിടെ? എങ്ങനെ ഈ ഉദ്യാനത്തിനകത്ത് കടന്നു? സൂസന്ന, നിന്റെ വീട്ടിൽ വ്യവഹാരത്തിലുള്ള വേദി ഒരുക്കിയതും ഞങ്ങൾ ഇവിടെ വന്നതുമൊക്കെ നിന്നെ കാണാൻ വേണ്ടിയാ. നീ ഉദ്യാനത്തിന്റെ മുൻവാതിൽ അടപ്പിച്ചു, ഞങ്ങൾ പിൻവാതിൽ അടച്ചു. ഈ ഉദ്യാനത്തിൽ നമ്മൾ 3 പേർ മാത്രമേ ഉള്ളൂ. സൂസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ബാബിലോണിലെ ശ്രേഷ്ഠരായ ന്യായാധിപരാണ്. ഞങ്ങൾക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നത് നിന്റെ ഭാഗ്യം. ഞാൻ യുവാക്കിന്റെ ഭാര്യയാണ്. നിങ്ങളുടെ ഈ ചിന്തകളും വാക്കുകളും ഒന്നും ശ്രേഷ്ഠമല്ല. ദയവായി ഉദ്യാനത്തിന് പുറത്തു പോവുക. സുസന്ന, നീ ഞങ്ങൾക്ക് വഴങ്ങാതിരുന്നാൽ, ഞങ്ങളെ അനുസരിക്കാതിരുന്നാൽ നിനക്ക് അപകടം. ആരും അറിയില്ല. നിന്റെ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചവരാണ് ഞങ്ങൾ. എന്റെ ഈ ശരീരവും മനസ്സും സൗന്ദര്യവും ഒക്കെ എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാ. സൂസന്ന, ഞങ്ങൾ നിന്നെ വല്ലാതെ മോഹിക്കുന്നു. തൊട്ടുപോകരുതേ ദുഷ്ടന്മാരെ. നിങ്ങളൊരു ജെറുസലേം പുത്രിയുടെ മാനത്തിന് വില പറയുന്നു. കടന്നു പോവുക.
നിന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവരാണ് ഞങ്ങൾ. പൊതുസമൂഹം ഞങ്ങൾ പറയുന്നതേ വിശ്വസിക്കൂ. അനുസരണയോടെ ഞങ്ങൾക്ക് വിധേയപ്പെടുക. ഇല്ല, മരിക്കേണ്ടി വന്നാലും സൂസന്നയുടെ ശരീരത്തെ സ്പർശിക്കാൻ അനുവദിക്കില്ല. പിടിക്കണവനെ ആരുടെ ഓടി വരിക. സൂസന്റെ ജാരനോടൊപ്പം ഉദ്യാനത്തിൽ, സൂസന്റെ ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഉദ്യാനത്തിൽ. ഉദ്യാനവാതിലുകൾ തുറന്നിടുക. കുടുംബമായി ജീവിക്കുന്ന കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ ഇത്? ഭർത്താവില്ലാത്ത നേരത്ത് ഉദ്യാനത്തിലെത്തി തോഴിമാരെ പറഞ്ഞു വിട്ടിട്ട് രഹസ്യക്കാരനെ വരുത്തി ആരോരും അറിയാതെ അവനുമായി ലഭിക്കാൻ ശ്രമിച്ചു ഇവൾ. പകൽ നേരത്തെ വെളിച്ചത്തെ സാക്ഷിയാക്കി ചെയ്ത തിന്മ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷീണമേറ്റാൽ ഈ ഉദ്യാനത്തിലെത്തി വിശ്രമിക്കാൻ തോന്നിയത് എത്ര നന്നായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൊടിയ പാപത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞു. എന്താ എന്താ സംഭവിച്ചത്? സൂസന്നയ്ക്ക് എന്ത് പറ്റി? സൂസന്നയ്ക്കല്ല പറ്റിയത്, പാവം യോവാക്കീമിന്. ചതിച്ചയാള് പട്ടാപ്പകൽ ഈ ഉദ്യാനത്തിൽ തോഴിമാരെല്ലാം ഒഴിവാക്കിയിട്ട് സൂസന്ന ഒരു ചെറുപ്പക്കാരനോടൊപ്പം. മതിയാക്കുക ഈ നാണക്കേട്. ഇത് കേൾക്കുന്നത് തന്നെ പാപം. സൂസന്റെ പാപിനിയാണെന്നതിന് മറ്റൊരു തെളിവും വേണ്ട. ഞങ്ങൾ സാക്ഷികളാണ്. പറയാൻ അടപ്പുണ്ട്. പറയാതിരിക്കുന്നത് എങ്ങനെ? സൂസന്ന കുറ്റക്കാരിയാണ്. അയ്യോ, സൂസനെ അത് ചെയ്യുമോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെറുതെ പറയുമോ ഈ വക കാര്യങ്ങൾ? അയ്യോ, സൂസന തെറ്റുകാരിയാണോ? ഇവിടെ ഇങ്ങനെ ഒരു വ്യവഹാരം വേണ്ടിവരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഹിൽക്കിയായുടെ മകളും യോവാക്കിമിന്റെ ഭാര്യയുമായ സൂസന്നയെ കൊണ്ടുവരുവിൻ. സംസ്കൃത ചിത്തയെന്നും കുലീനയെന്നും ഒക്കെ നമ്മൾ കരുതിയിരുന്ന സൂസന്ന പാവനിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നീതിപീഠത്തിൽ ഇരുന്ന് ന്യായം വിധിക്കേണ്ട ഞങ്ങൾക്ക് ഒരിക്കലും കളവ് പറയേണ്ട കാര്യമില്ല. തന്നെയുമല്ല, മാന്യനായ യോവാക്കീം ഞങ്ങളോട് അർഹിക്കുന്നതിൽ കവിഞ്ഞ പരിഗണനയോട് പെരുമാറിയിട്ടുണ്ട്. യോവാക്കീമിന്റെ ജീവിതത്തിൽ നിന്നും ഒരു വിഷമുള്ളു പറിച്ചു കളയുന്നു എന്ന് കരുതിയാൽ മതി. പരപുരുഷനോടൊപ്പം ലഭിച്ചതിന് വിചാരണ നേരിടുന്ന ഒരുവൻ എന്തിനു മൂടുപടം അണിയണം? അത് കുലസ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സൂസന്ന മൂടുപടം മൂരി മാറ്റുക. ഞങ്ങൾ യോവാക്കീമിന്റെ ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഇവൾ തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലെത്തി. അവർ ഞങ്ങളെ കണ്ടില്ല. വൃക്ഷങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഉദ്യാനത്തിൽ പലതും കാണാൻ എളുപ്പമല്ല. ഉദ്യാനത്തിലെത്തിയ സൂസന്ന തോഴിമാരെ ഒഴിവാക്കി തനിച്ചായി. ഈ സമയം ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന ഒരു യുവാവ് സൂസന്നയ്ക്ക് അടുത്തെത്തി. അവരുടെ പെരുമാറ്റത്തിൽ ദീർഘകാലമായ ഒരു ബന്ധമാണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തോട്ടത്തിൽ അവർ ഭ്രമിക്കാൻ തുടങ്ങി. ഞങ്ങൾ ശബ്ദമുണ്ടാക്കി. അവൻ ഓടിപ്പോയി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇത്ര കുറ്റം ചെയ്യില്ല. നിങ്ങൾ എന്തുകൊണ്ട് ആ പുരുഷനെ പിടിച്ചില്ല? ഞങ്ങൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെക്കാൾ ശക്തിയും യുവത്വവുമുള്ള അവൻ ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഓടി പറഞ്ഞു. അവനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. സൂസന്നയ്ക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ കുറ്റത്തിന് സാക്ഷിമൊഴി ഞങ്ങളുടേതാണ്. ബാബിലോണിന്റെ ദൈവം ഞങ്ങളുടെ ദൃഷ്ടിക്ക് കാട്ടിത്തന്നതാണിത്. ഞങ്ങളെ അവിശ്വസിക്കുന്നെങ്കിൽ മാത്രം അവളെ കേട്ടാൽ മതി. ഞങ്ങളെ അവിശ്വസിക്കുന്നുണ്ടോ? ബാബിലോണിന്റെ ശ്രേഷ്ഠന്മാരായ ന്യായാധിപന്മാരെ ഞങ്ങൾ എന്തിനാ വിശ്വസിക്കണം?